ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ യഥാർത്ഥ കഥ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ നയനയും അതുപോലെ തന്നെ ആദർശും കൂടി അമ്പലത്തിൽ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി പോരുക. അപ്പോൾ ആദർശാണെങ്കിൽ ഭഗവാനോട് എൻ്റെ ഭാര്യയുടെ ആത്മാർത്ഥത എൻ്റെ അമ്മ തിരിച്ചറിയണേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി പോരുന്നേ. ഈ സമയത്ത് കനകം അമ്പലത്തിലേക്ക് വരുവാണ്. അമ്പലത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ മക്കളെ നിങ്ങളെന്താ എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ ആദർശേട്ടൻ്റെ അമ്മ ഹോസ്പിറ്റലിലാണെന്നുള്ള കാര്യം നയന പറഞ്ഞു. അയ്യോ, എന്തു പറ്റിയതാ മോനേന്ന് കനകം ചോദിക്കാം. അപ്പോൾ ഇന്നലെ രാത്രി ഒരു ഗ്ലാസ് പാല് കുടിച്ചതാ അമ്മേ. അതിനുശേഷം അമ്മയ്ക്ക് മരണവെപ്രളവായിരുന്നെന്നും അതിനെ തുടർന്നാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയെന്നും പറഞ്ഞു. മാരകമായ വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്നും പറഞ്ഞു നയന കനകത്തിനോട്. അയ്യോ, എന്താ സംഭവിച്ചത്, എന്ത് പറ്റിയതാ മക്കളെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചേച്ചിക്ക് കൊടുക്കാൻ വെച്ചിരുന്ന പാല അമ്മ എടുത്ത് കുടിച്ചതെന്ന് പറയുമ്പോൾ കനകം ഞെട്ടി. എങ്ങനെ പാലിനകത്ത് വിഷം കലർന്നു എന്നൊന്നും അറിയില്ല അമ്മേ, ആരാ അത് ചെയ്തതെന്നും അറിയില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോഴേക്കും കനകത്തിനും കൈയും കാലും വരയ്ക്കാൻ തുടങ്ങി. ഞാൻ അമ്പലത്തിലോട്ട് വന്നത് ദൈവത്തിനോട് നന്ദി പറയാൻ വേണ്ടിയിട്ടാണെന്ന് കനകം പറയുക. നിങ്ങൾ രണ്ടുപേരും ഇപ്പം നല്ല സ്നേഹത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അഭിമോന് നവ്യയോട് ഒരു ഇഷ്ടവും ഉണ്ടായിരുന്നില്ല. അതൊക്കെ മാറിയിട്ട് ഇന്നലെ അഭിയും നവ്യയും കൂട്ടി നമ്മുടെ വീട്ടിലോട്ട് വന്നായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും ഗോവിന്ദേട്ടനും നന്ദുവിനും ഒക്കെ വലിയ സന്തോഷമായി. അപ്പോൾ അതിനുവേണ്ടി ഞാൻ നന്ദി പറയാൻ വേണ്ടി വന്നതാ ഭഗവാനോടെന്ന് പറഞ്ഞു. അബിക്ക് ചേച്ചിയോടുള്ള സ്നേഹം അഭിനയമാണെന്ന് അറിയാതെ ഒരുപാട് സന്തോഷിക്കുകയാണല്ലോ പാവം എൻ്റെ അമ്മ എന്ന് നയന ഇത് കേട്ടപ്പോൾ മനസ്സിൽ ചിന്തിക്കും കേട്ടോ. ഇനിയിപ്പോൾ മോൻ്റെ അമ്മയ്ക്ക് വേണ്ടി അമ്മ നന്നായി പ്രാർത്ഥിച്ചോളാം കേട്ടോ. മോനെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അപ്പോൾ ഒന്നും പറയാറായിട്ടില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് അമ്മേ. ബ്ലഡ് മാറ്റണമെന്നാണ് പറഞ്ഞത്. അതുകൂടി കഴിഞ്ഞാലേ എന്തെങ്കിലും പറയാൻ പറ്റൂ എന്ന് പറയുമ്പോൾ അവിടെ എന്തെങ്കിലും സഹായം മറ്റോ വേണോ മോനെ എന്ന് കനകം ചോദിച്ചപ്പോൾ വേണ്ട, ഇപ്പം തന്നെ ഞാനും ഇവളും അച്ഛനും ഒക്കെ അവിടെ തന്നെ ഉണ്ട്. ആരെങ്കിലും ഒരാളൊക്കെ നിന്നാൽ മതിയല്ലോ അമ്മേ. പിന്നെ അമ്മയുടെ പ്രാർത്ഥന അതെപ്പോഴും ഉണ്ടായാൽ മതിയെന്ന് ആദർശ് പറയുമ്പോൾ മോൻ വിഷമിക്കണ്ട, എൻ്റെ പ്രാർത്ഥന എപ്പോഴും ഉണ്ട്. മോൻ്റെ അമ്മയ്ക്ക് ഒരാപത്തും വരില്ല കേട്ടോ എന്ന് പറയുമ്പോൾ എന്നാൽ ശരി അമ്മേ, ഞങ്ങളങ്ങ് ചെല്ലട്ടെ അതും പറഞ്ഞ് ഇവരങ്ങ് പോണു. അപ്പോൾ എൻ്റെ മക്കൾ അമ്മയുടെ അസുഖമൊക്കെ മാറിക്കഴിഞ്ഞാലേ എനിക്കും മോളുടെ അച്ഛനും ഒരാഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു നയന. ഞങ്ങൾ രണ്ട് മക്കളും ഒരുമിച്ച് വീട്ടിലേക്കൊന്ന് വരണം എന്ന്. ആ ഒരാഗ്രഹം സാധിച്ചു തരണം കേട്ടോ. നിങ്ങൾ 4 പേരും ഒരുമിച്ചിരുന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ആഹാരം കഴിച്ചിട്ടൊന്നുമില്ലല്ലോ. അതൊരു കടമായിട്ടേ അത് ബാക്കി കിടക്കുക. ആ കടം വീട്ടണം കേട്ടോ മോളെ. ഒന്നും പറയണ്ട, ഇന്നലെ നവ്യമോൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാണണമായിരുന്നു നീ. അത് കണ്ട് ഞാനും ഗോവിന്ദേട്ടനും നന്ദും ഒക്കെ ഉണ്ടല്ലോ അതിനേക്കാളും സന്തോഷത്തിലുമായിരുന്നു. അപ്പോൾ ആദ്യം അമ്മ ഒന്ന് പഴയ അവസ്ഥയിലേക്ക് വരട്ടെ അമ്മേ, അതിനുശേഷം ഞങ്ങൾ വന്നാൽ പോരെയെന്ന് നയന ചോദിച്ചു. ശരി മോളെ, അത് മതി, എൻ്റെ മക്കൾ ചെല്ലെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞു വിടും നയനെ. അതിനുശേഷം ദേവിയുടെ മുന്നിൽ വന്ന് മനസ്സുരുകി നമ്മുടെ കനകം പ്രാർത്ഥിക്കുക. അപ്പോൾ എല്ലാ മക്കളും ഒരുമിച്ച് വരാനുള്ള ഭാഗ്യമൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാവണേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചതെല്ലാം കഴിഞ്ഞതിന് ശേഷം നയന വന്ന് വണ്ടിയിൽ കയറി കഴിഞ്ഞപ്പോൾ ആദർശ് ചോദിച്ചു, അമ്മ എന്താ നിന്നോട് പറഞ്ഞതെന്ന്. അത് നമ്മൾ 2 മക്കളും ചേർന്ന് വീട്ടിലേക്ക് പോവുകയും അതുപോലെ ഉച്ചയ്ക്ക് അവിടെ ഊണ് കഴിക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ അഭിയുടെ കാര്യവും പറഞ്ഞു. ചേച്ചിയും കൂട്ടി അഭി അവിടെ ചെന്നതും ഭക്ഷണം കഴിച്ചതും ഇനിയിപ്പോൾ അഭിയും ചേച്ചിയും കൂട്ടി നമ്മൾ 2 പേരും ചെല്ലുന്നതും നോക്കി അമ്മ ഇരിക്കുന്നതെന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആദർശിന് ഭയങ്കര ഒരു വിഷമം. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരു നേരത്തെ ആഹാരം കഴിക്കണമെന്ന് അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമാണ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ സത്യം പറഞ്ഞാൽ നേരത്തെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു എന്ന് ആദർശ് അന്നേരം നയനയോട് പറയുക. ഇനി അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ലല്ലോ ആദർശേട്ടാ എന്ന് നയന പറയുമ്പം അതെന്താ അങ്ങനെ? ചേച്ചിയെ ഞാൻ ഇടയ്ക്ക് കണ്ടായിരുന്നു. ചേച്ചിയുടെ സംസാരം വെച്ച് നോക്കിയിട്ട് ഇന്നലെ കാണിച്ചതൊക്കെ അഭിയുടെ അഭിനയമാണെന്നാണ് തോന്നുന്നത് എന്ന് നയന ആദർശിനോട് പറയുക. അതെന്താ അങ്ങനെ? അതൊക്കെ വിശദമായിട്ട് ഞാൻ പറയാം ആദർശേട്ടാ. ഇപ്പം നമുക്ക് ഹോസ്പിറ്റലിൽ എത്തണ്ടേ? ആദർശേട്ടൻ വണ്ടി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ 2 പേരും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോവുക. അപ്പോൾ അവർ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ജയൻ അവിടെ ഇങ്ങനെ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ആദർശും നയനയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. അവർ 2 പേരും കൂടെ വന്നു. അപ്പോൾ ഒരു മനസ്സമാധാനം ഇല്ലാത്തത് കൊണ്ട് അച്ഛൻ ഞാൻ അമ്പലത്തിലേക്ക് പോയത്. അവിടെ ചെന്നപ്പോൾ നയന അവിടെ നിൽപ്പുണ്ടായിരുന്നു, അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ആദർശ് പറഞ്ഞു. ദേവയാനിയുടെ കാര്യം മോൾ അറിഞ്ഞില്ലേ? അപ്പോൾ അറിഞ്ഞു വച്ചാ, അതിന് പരിഹാരവും ഞാൻ പറഞ്ഞെന്ന് നയന പറയാം. അപ്പം അത് കേട്ടപ്പോൾ ജയനൊന്നും ഞെട്ടി. എന്ന് വെച്ചാൽ എന്താ മോനെ? അച്ഛാ, വളരെ റെയറായ AB നെഗറ്റീവ് ഗ്രൂപ്പാണ് നയനയുടേതും. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ജയൻ അന്തം വിട്ടിങ്ങനെ നിൽക്കുക. ആദർശും നയനയും പറയുന്നത് കേട്ടേ. ആഹാ, അത് കൊള്ളാവല്ലോ. ഇത് ആദ്യമായിട്ടായിരിക്കും 3 പേർക്ക് ഒരു വീട്ടിൽ ഒരു ബ്ലഡ് ഗ്രൂപ്പ് വരുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ അതെ, ഇനിയിപ്പോൾ ബ്ലഡിന് വേണ്ടി എവിടെയും ഓടി നടക്കേണ്ട കാര്യമൊന്നുമില്ല അച്ഛനും മോനും. ഞാൻ തന്നെ അത് കൊടുത്തോളാമെന്ന് നയന പറയണു. ഇത് കേട്ടപ്പോൾ ജയൻ്റെ മനസ്സ് നിറഞ്ഞു. ഇതൊക്കെ ദൈവനിയോഗം തന്നെയാണ് ആദർശേ, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് ജയൻ പറയാം. ഇനിയിപ്പോൾ ഐസിയുവിൽ ചെന്നാലും ഈ കണ്ടീഷനിൽ പോലും മോളെയാണ് ദേവയാനി പഴിക്കുന്നതെന്ന കാര്യം ജയൻ ഇങ്ങനെ പറയുക. അപ്പം ഇവർ പരസ്പരം സംസാരിച്ച് സത്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം അമ്മയ്ക്ക് ഇവളെ കാണണ്ടെന്ന് പോലും പറഞ്ഞിരിക്കുകയല്ലേ എന്ന് ജയനോട് ആദർശ് ചോദിച്ചപ്പോൾ എന്നിട്ടിപ്പോൾ എന്തായി
മോളുടെ സഹായമല്ലേ അവൾക്ക് വേണ്ടി വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ബ്ലഡ് കൊടുക്കാമെന്ന് പറഞ്ഞാലും അമ്മ അത് സ്വീകരിക്കുമെന്നൊന്നും അറിയില്ല അച്ഛാ എന്ന് നമ്മുടെ നയന പറഞ്ഞു. അപ്പോൾ രോഗത്തിന് മുന്നിൽ വാശി കാണിച്ചിട്ടൊന്നും കാര്യമില്ല മോളെ, അവിടെ നമ്മൾ സറണ്ടർ ആയേ പറ്റൂ. ഇപ്പം മരുമോളുടെ സഹായം തേടുന്നതിനേക്കാളും നല്ലത് മരിക്കുന്നതാണ് നല്ലതെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് നമ്മുടെ അമ്മ എന്ന് പറയുമ്പം അതാണ് അയാളുടെ പരിചയവും. അപ്പോൾ കണ്ണു തുറപ്പിക്കാനായിട്ട് ഒരുപാട് അവസരങ്ങൾ അയാൾക്ക് വന്നതാ. എന്നിട്ടും ദേവയാനി കൂട്ടുപിടിക്കുന്നത് ജലജിയെയും ജാനകിയെയും പിന്നെ ഇപ്പോൾ വന്ന മരുമകളെയും ഒക്കെ ആണെന്ന കാര്യം ജയൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ അച്ഛാ, അതൊന്നും ഇപ്പോൾ നമുക്ക് പറയേണ്ട സമയമല്ലല്ലോ, ഇപ്പം നമുക്ക് നമ്മുടെ കാര്യമല്ലേ നടക്കേണ്ടത്, അത് ഭംഗിയായിട്ട് നടക്കട്ടെ അച്ഛാ, അതല്ലേ വേണ്ടതെന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ നീ എനിക്കൊപ്പം വാ, നമുക്ക് അമ്മയൊന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരകത്തേക്ക് കയറി ചെല്ലുമ്പോൾ മോള് ചെല്ലാൻ പറഞ്ഞ് ജയനും നയനെ പറഞ്ഞു വിടുന്നു. ജയൻ എന്നിട്ട് സർവ്വദൈവങ്ങൾക്ക് നന്ദി പറഞ്ഞ് അവിടെ ഇരിക്കുക. ഈ സമയത്താണ് നമ്മുടെ ആദർശും നയനയും കൂടെ അകത്തേക്ക് കയറി ചെല്ലുന്നത്. അപ്പോൾ ഇവരെ കണ്ടപ്പോഴത്തേക്കും നോക്കിക്കിടന്ന ദേവയാനി തല തിരിച്ചിങ്ങനെ കിടക്കുക. നയനയെ കണ്ടപ്പോഴേ അങ്ങനെ തല തിരിച്ച് കിടക്കുന്ന ദേവയാനിയുടെ മുന്നിൽ ഇവർ രണ്ടുപേരും കൂടെ ചെന്ന് ഇങ്ങനെ നിൽക്കുന്നു. ആ സമയം ദേവയാനി ഇവരെ പരിചയം കാണിക്കുന്ന പോലുമില്ല. കാരണം തൊട്ട് മുമ്പാണല്ലോ അനാമിക വന്ന് വിഷം കുത്തി വെച്ചിട്ട് പോയതേ. അപ്പോൾ അതിങ്ങനെ സംഭവിക്കുകയാണ്. നയനയ്ക്ക് ആകെ വിഷമായി ഇങ്ങനെ തിരിഞ്ഞു നോക്കാതെ ഇങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ. അമ്മയെന്ന് പറഞ്ഞ് ആദർശ് വിളിച്ചപ്പോൾ നീ എന്തിനാ ഇവളെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നതെന്ന് ആ മരണക്കിടക്കെ കിടന്നുകൊണ്ടും ചോദിക്കും. അഹങ്കാരത്തിന് ഒരു കുറവില്ല. അപ്പോൾ അതിനിപ്പോൾ എന്താ അമ്മയെന്ന് ആദർശ് ചോദിച്ചു. ഇവൾക്ക് അമ്മയൊന്ന് കാണണമെന്ന് പറഞ്ഞു, അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ പക്ഷേ ഇവളെ എനിക്ക് കാണണ്ട എന്ന് ദേവയാനി ആദർശിനോട് പറയാം. ഇവളെ കാണുമ്പോഴേ എൻ്റെ അസുഖം കുറയുകയല്ല കൂടുകയാണ് ചെയ്യുന്നതെന്ന് ദേവയാനി ആദർശിനോട് പറയുവാണ്. അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ആദർശ് അന്നേരം ചോദിച്ചു കേട്ടോ. ഇവൾ ഒറ്റ ഒരുത്തിയാ എന്നെ ഈ ഒരു അവസ്ഥയിലാക്കിയത്. എൻ്റെ അവസ്ഥയ്ക്ക് കാരണം എനിക്ക് നല്ല ക്ഷീണമുണ്ടെന്നും ഞാനൊരു ഗ്ലാസ് പാല് കുടിക്കണമെന്നും ജയേട്ടൻ പറയുന്നത് ഇവൾ കേട്ട് കാണുമായിരിക്കും, അതുകൊണ്ടാണ് ഇവൾ വിഷം കലർത്തിയ പാലെടുത്ത് വെച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയാനി പറയുന്നത് കേട്ട് അതിനെ ചങ്കു പൊട്ടി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അമ്മ എന്തിനാ വെറുതെ ഇവളിങ്ങനെ പ്രതിയാക്കുന്നത്? ഇവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് ആദർശ് പറയുമ്പോൾ എന്ന് നീയാണോ തീരുമാനിക്കുന്നത്? നീയാണോ പറയുന്നത്? എനിക്ക് ആരുടെയും ന്യായീകരണങ്ങളൊന്നും കേൾക്കണ്ട, ദയവ് ചെയ്ത് ഇവളോടൊന്ന് പുറത്തു പോകാൻ പറയാൻ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേവയാനി പറയുമ്പോൾ നയന അവിടെ നിന്ന് കരയുക. ആദർശം നിസ്സഹായനായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുവാണ്. ആദർശം എന്നിട്ട് ഇങ്ങനെ നയനെ നോക്കിക്കഴിഞ്ഞപ്പോൾ നയനെ അവിടെ നിന്ന് പതുക്കെ കരഞ്ഞുകൊണ്ട് അങ്ങ് ഇറങ്ങിപ്പോയി. അമ്മ ഇങ്ങനെ പറയരുതെന്ന് ആദർശ് നയനെ പോയി കഴിഞ്ഞപ്പോൾ അമ്മയോട് പറഞ്ഞു. ആദർശിന് ശരിക്കും വിഷമായി നയനോട് ഈ ദേവയാനി കാണിക്കുന്നത്. അവൾ അമ്മയുടെ അസുഖം മാറാൻ വേണ്ടി സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അമ്മ അത് മനസ്സിലാക്കണം. അവൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു ദൈവങ്ങളും അത് കേൾക്കില്ലടാ. കാരണം എനിക്ക് തന്ന വിഷത്തെക്കാളും മാരകമായ വിഷമാണ് അവളുടെ ഉള്ളിലുള്ളതെന്ന് ദേവയാനി ആദർശനോട് പറയണം. അങ്ങനെ ഒരുത്തിയുടെ പ്രാർത്ഥന ഏത് ദൈവങ്ങളാണ് കേൾക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു നമ്മുടെ ദേവയാനിയെ. അവളെ ന്യായീകരിക്കാനാണ് നീ ഇവിടെ നിൽക്കുന്നതെങ്കിൽ നിന്നോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നും ദേവയാനി ആദർശനോട് പറയണു. നിന്റെ മുഖം കാണാനും എനിക്ക് താല്പര്യമില്ല എന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് അറിയാമല്ലോ, AB നെഗറ്റീവ്. അത് വളരെ റെയറായ ഒരു ബ്ലഡ് ഗ്രൂപ്പാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ റെയറായ ബ്ലഡ് കിട്ടുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ മരിച്ചോട്ടെ എന്ന് ദേവയാനി. എൻ്റെ മകനിപ്പോൾ എന്നെ അനുസരിക്കണം, ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം. എന്നെ സ്നേഹിക്കുന്ന ഒരുവനൊന്നും അല്ല നീ, അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നെ കാണുകയും വേണ്ട. സ്നേഹിക്കുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ ഇപ്പോൾ ഇവിടുന്ന് പോയവളെ അല്ലേ, അതുകൊണ്ട് തന്നെ എനിക്ക് ആരെയും കാണണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മകനെ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നും അതുകൊണ്ട് എന്നേക്കുമായി കാണാതിരിക്കാൻ ഞാൻ അങ്ങ് പോകുന്നത് തന്നെയാണ് നല്ലതെന്ന് പറയുമ്പോൾ അമ്മ എന്തൊക്കെ വർത്താനം ഈ പറയുന്നതെന്ന് ചോദിച്ചാൽ ആദർശ് സത്യം മനസ്സിലാക്കാതെയാ അമ്മ ഇങ്ങനെ ഓരോന്നൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ എനിക്കൊന്നും കേൾക്കണ്ട, നീ എന്നെ കാണാനാണ് വന്നതെങ്കിൽ കണ്ടില്ലേ, ഇനിയിപ്പോൾ ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ആദർശിനെയും അവിടെ നിന്ന് ഇറക്കി വിടുക. അപ്പോൾ അനാമികയുടെ ബ്ലഡ് ഗ്രൂപ്പ് AB നെഗറ്റീവ് ആയിരുന്നു, പക്ഷേ അവളത് അമ്മയ്ക്ക് തരാൻ തയ്യാറായില്ല എന്ന് നമ്മുടെ ആദർശ് പറയുമ്പോൾ ആരാ പറഞ്ഞ തയ്യാറായില്ലെന്ന്? അവൾക്ക് 100 വട്ടം സമ്മതമായിരുന്നു എനിക്ക് ബ്ലഡ് തരാൻ, പക്ഷേ അതിൻ്റെ ആവശ്യം എന്തായാലും ഉണ്ടായില്ല, അതുകൊണ്ടാണ് മോള് മാറി നിൽക്കുന്നതെന്ന് പറയുമ്പോൾ എന്നാ അമ്മയോട് ആരാ പറഞ്ഞതെന്ന് ആദർശ് ചോദിച്ചു. ഇനി ആരാ എന്നോട് പറയേണ്ടത്? ഇനിയിപ്പോൾ നിന്റെ ഭാര്യയുടെ ബ്ലഡ് AB നെഗറ്റീവ് ആണെന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിലേ നീ ഈ പറഞ്ഞത് സത്യമായിരിക്കും. അവൾ എനിക്ക് ഒരിക്കലും ബ്ലഡ് തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി പറയുക. ഈ ജന്മം അവൾ എനിക്ക് തരില്ല എന്ന് പറഞ്ഞപ്പോൾ ആദർശ് പുച്ഛിച്ച് ചിരിക്കുക. എൻ്റെ രക്തം ഊറ്റി കുടിക്കാനേ അവൾ ശ്രമിക്കൂ, അത്ര വലിയ യക്ഷി അവൾ, അങ്ങനെ ഒരു പിശാച അവളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ ആദർശ് കേൾക്കുവാണേ. അപ്പോൾ അതുകൊണ്ട് അവളെ ന്യായീകരിക്കാതെ എൻ്റെ മുന്നിൽ നിന്ന് നീ പോകാൻ നോക്കാനായിട്ട് ദേവയാനി ആദർശിനോട് പറഞ്ഞു. ചെല്ല, നീ പോകാനാ പറഞ്ഞത്, ഞാൻ അവളെ ആട്ടിപ്പായച്ചതല്ലേ, അതിൻ്റെ വേദനയിൽ നീ നിൽക്കുമായിരിക്കും, നീ ചെന്ന് ആശ്വസിപ്പിക്കാൻ പറഞ്ഞു.
അപ്പോൾ അമ്മ പല സത്യങ്ങളും ഇനി അറിയാനുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ എന്ത് സത്യമാടാ അറിയാനുള്ളത്? എൻ്റെ എല്ലാമായിരുന്ന നീ എനിക്കെതിരായില്ലേ? അതിനപ്പുറം ഇനി എന്താടാ വേണ്ടത്? അതുകൊണ്ട് നീ പോകാൻ നോക്കാൻ പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞ് ആദർശിനെ അവിടെ നിന്ന് ദേവയാനി ഇറക്കി വിടുന്നു. അതിനുശേഷം ദേവയാനിയുടെ ബിപിയും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ അവർ നോക്കുക. അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ജയൻ നമ്മുടെ നയനയെ സമാധാനിപ്പിക്കാൻ, മോള് വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. അവൾ ആകെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് മോളെ, അതിൻ്റെ ഇതാണിതെന്നൊക്കെ പറഞ്ഞു. ഈ ഒരു അവസ്ഥയിൽ ഇതല്ലാതെ മറ്റൊന്നും എൻ്റെ മോൾ അവളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ആദർശ് ഇറങ്ങി വന്നു, ഇവർ തമ്മിൽ സംസാരിക്കുന്നിടത്തേക്ക്. അപ്പോൾ വിഷമിച്ച് നിൽക്കുന്ന നയനെ കണ്ടപ്പോൾ ഇവളാണ് അമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കുന്നതെന്ന് ഒരു കാരണവശാലും അമ്മ അറിയാൻ പാടില്ല. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഭയക്കുന്നത് പോലെ അമ്മ അത് സ്വീകരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറഞ്ഞു ആദർശ്. അപ്പം അത് തന്നെ അച്ഛാ എൻ്റെ അഭിപ്രായം. നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത് അമ്മയുടെ ആരോഗ്യത്തെ പറ്റിയാണ്. അമ്മ പഴയ പഴി തിരിച്ചു വരണം. അവിടെ ആര് സഹായിച്ചു എന്നുള്ളതല്ല, അതൊന്നും നോക്കണ്ട, നമുക്ക് കാര്യം നടക്കണമെന്ന് പറഞ്ഞപ്പോൾ. എന്നാലും അമ്മ എത്ര ദേഷ്യത്തോടെയാണ് നിന്നോട് ഓരോന്ന് പറയുകയൊക്കെ ചെയ്യുന്നത്. അപ്പം അമ്മയെ കൊല്ലാൻ നോക്കിയത് ഞാനാണെന്ന് വിശ്വസിക്കുന്നിടത്തോളം കാലം അമ്മയുടെ സംസാരത്തിൽ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ആദർശേട്ടാ. അതൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടെന്ന് നയനോ പറയുവാണ്. അമ്മയ്ക്ക് ബ്ലഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ അത് കൊടുക്കാത്തവളെയാ അമ്മ ഇപ്പം തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നത് എന്ന് ആദർശ് ജയനോട് പറഞ്ഞു. അമ്മയുടെ സ്നേഹം മുഴുവനും പിടിച്ചു പറ്റിയിട്ട് ശരിക്കും പറഞ്ഞാൽ അമ്മയെ മണ്ടിയാക്കുക അവളും അവളുടെ അമ്മയൊക്കെ കൂടെ ചേർന്ന് ചെയ്യുന്നത്. അപ്പം എന്തെങ്കിലും ആവട്ടെ മോനെ, നമ്മളിപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാൻ പോകണ്ട എന്ന് പറഞ്ഞ് ജയൻ പറഞ്ഞു. ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് അവളിൽ നിന്നും അനിയെ വേർപെടുത്താനൊന്നും നമുക്ക് പറ്റത്തില്ലല്ലോ ആദർശേ. അവൻ വേണ്ട എന്ന് പറഞ്ഞിട്ടും നമ്മളെല്ലാവരും കൂടെ ചേർന്ന് അനാമിക അവൻ്റെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുകയായിരുന്നില്ലേ? അതുകൊണ്ട് തന്നെ ഇനി അവരുടെ ബന്ധം പിരിയാതിരിക്കേണ്ടതും നമ്മളുടെ എല്ലാവരുടെയും ആവശ്യമാണ്. അത് മനസ്സിലാക്കി വേണം നമ്മൾ ഇനി ഓരോരുത്തരും ജീവിക്കാനെന്നൊക്കെ ജയൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ നിന്റെ കണ്ണ് നിറഞ്ഞ നീ അത് സഹിക്കുമായിരിക്കും, പക്ഷെ അനി സഹിക്കാൻ പറ്റുമോടാ? എനിക്കും ദേവയാനിക്കും എന്തായാലും അത് പറ്റില്ല. അനിയുടെ ജീവിതം തകരുന്നത് കണ്ടു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവരുടെ വഴിക്കാൻ അവർ മുന്നോട്ട് പോയിക്കോട്ടെ. നമുക്ക് എന്തായാലും അധികം അനിയെ തിളപ്പിക്കാനൊന്നും നിൽക്കണ്ടെന്ന് പറഞ്ഞു. എന്തായാലും കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങനെ ഡോക്ടറെ കാണാൻ പോകുന്ന നയന അവിടെ ഇരിക്കുന്നു. ഇപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കണമല്ലോ. ഈ സമയം ഇവർ രണ്ടുപേരും ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നു. അപ്പം നമുക്ക് കാര്യം നടക്കുകയല്ലേ സാർ വേണ്ടത് എന്ന് അന്നേരം കാര്യങ്ങളെല്ലാം ഡോക്ടറോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഇവരോട് ചോദിച്ചു. ദേവയാനി ഐസിയുലായതിനു ശേഷം നയനമോള് ശരിക്കൊന്നും ഉറങ്ങിയിട്ട് പോലും ഇല്ല എന്ന് ജയൻ ഡോക്ടറോട് പറയാം. എനിക്ക് മനസ്സിലായി ആ കുട്ടിയുടെ ആത്മാർത്ഥതയൊക്കെ. ആള് വളരെ ജെനുവനാണെന്ന് ആ കുട്ടിയുടെ സംസാരത്തിൽ നിന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണം. അപ്പോൾ അങ്ങനെ ഒരാളെ ഐസിയുവിൽ കിടക്കുന്ന അമ്മായിയമ്മ എന്തുകൊണ്ടാണ് വെറുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ബ്ലഡ് കൊടുക്കാൻ പോയ നയനയാണ്. ആ നയനയെക്കുറിച്ചാണ് ജയനോടൊക്കെ ഈ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു നന്മയെക്കുറിച്ചുള്ള സത്യം ഈ ഡോക്ടർ പറയുന്നത്. അതൊക്കെ നിങ്ങളുടെ ഫാമിലി പ്രശ്നമാണ്. ഇവിടെ ഇപ്പോൾ വേണ്ടത് ആ കുട്ടി ചെയ്തു, അതിനെനിക്ക് അവളോട് സ്നേഹവും ബഹുമാനവും ഒക്കെ തോന്നുകയാണെന്നും ഡോക്ടർ പറയുവാട്ടോ. അപ്പോൾ വളരെ ബ്രില്യൻ്റ് എൻ്റെ മരുമകളെന്നും പറഞ്ഞ് ജയൻ ഇങ്ങനെ പറഞ്ഞപ്പം അതാണോ സാറിൻ്റെ മിസ്സിസ് ആ കുട്ടിയിൽ കാണുന്ന കുറ്റം എന്ന് ഡോക്ടർ ചോദിച്ചു. അപ്പോൾ ഇവരിങ്ങനെ ചിരിക്കുക കേട്ടോ. ഈ അടുത്തിടെ ഞങ്ങളുടെ ജ്വല്ലറിയിൽ ഏറ്റവും കൂടുതൽ സെയിൽസ് നടന്ന കളക്ഷൻസൊക്കെ നയനയുടെ ഡിസൈൻസ് ആണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആദർശ് ഇതെല്ലാം പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ ഡോക്ടർ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യും നമ്മുടെ നയനെ. ഇനി കുറച്ച് ടെസ്റ്റുകൾ കൂടി ഉണ്ട് നയനയ്ക്ക്. അതിനുശേഷം അയാളുടെ ആരോഗ്യസ്ഥിതി ഓക്കെ ആണെന്ന് നോക്കണം. അതിനുശേഷം നമുക്ക് ബ്ലഡ് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വീട്ടിൽ തിരിച്ചു വന്നിട്ട് എന്നോട് സ്നേഹമാണെന്ന് കരുതിയിട്ട് ഞാൻ എൻ്റെ ചോരയും നീരും ഒക്കെ അവർക്ക് ദാനമായിട്ട് കൊടുക്കണമെന്ന് ചോദിച്ചുകൊണ്ട് മകൾ വന്ന് അച്ഛനോട് ചോദിക്കുക അമ്മ പറഞ്ഞ അനുസരിച്ച്. അതിനൊന്നും എണ്ണ കിട്ടത്തില്ലെന്നൊക്കെയാ അനാമിക പറയുന്നത്. അതൊന്നും അല്ല മോളിപ്പോൾ അങ്ങനെ ചെയ്താലുണ്ടല്ലോ ദേവയാനി അവളുടെ സർവ്വ സ്വത്തുക്കളും മോൾക്ക് ചിലപ്പോൾ തന്നെന്ന് വരും. അത് കേട്ടപ്പോൾ എന്ത് സ്വത്ത് തരുമെന്ന് പറഞ്ഞാലും എൻ്റെ ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല, ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കിടന്നുറങ്ങി തുള്ളു ഈ അനാമിക എന്ന് പറയണ പൂതന. ഇത് അത്ര വലിയ കാര്യമൊന്നും അല്ല എൻ്റെ പൊന്നുമോളേന്ന് അന്നേരം വേണു. നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ബ്ലഡ് എടുക്കുകയല്ലേ, അതുപോലെയേ ഉള്ളൂ, അതിന് വേറെ ഒന്നും നീ കാണണ്ട. അപ്പം അച്ഛൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞാൽ കൊടുക്കത്തില്ല, എനിക്ക് പറ്റില്ല. എന്നാൽ പിന്നെ ഞാൻ ഇനി നിന്നെ നിർബന്ധിക്കുന്നൊന്നുമില്ലെന്ന് വേണു. മോള് കൊടുക്കാത്തത് കൊണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം വേണുവേട്ടാ. ഇപ്പം എല്ലാവർക്കും ഇതിൻ്റെ പേരിൽ മോളോട് ചെറിയ നീരസവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ ദേവയാനി ചേച്ചി ഇത് അറിയുകയാണെങ്കിൽ അവർക്ക് വല്ലാത്ത വിഷമമായിരിക്കും എന്നൊക്കെ രേവതി പറയണു. അവരാണിപ്പോൾ നമ്മുടെ തുറുപ്പ് ചീട്ട്, അവിടെ വെച്ച് വേണം നമ്മൾ ഇറക്കാനായിട്ട്. പിന്നെ നവ്യയ്ക്ക് കാച്ചിവെച്ച പാല് അവരെടുത്ത് കുടിച്ചത് കൊണ്ട് ഇപ്പോൾ പ്രതി നയന തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് രേവതി. അങ്ങനെ ഒരു സമയത്ത് ദേവയാനി ചേച്ചി അസുഖം മാറി വീട്ടിൽ വരുമ്പോൾ അവളെ അങ്ങ് പൂർണ്ണമായിട്ട് തള്ളിക്കളയണം, അതാ വേണ്ടത്. അതിനാ
നമ്മൾ പരിശ്രമിക്കേണ്ടതെന്ന് പറഞ്ഞു. ഈ സമയത്ത് മകളോട് പറഞ്ഞു കൊടുക്കുക, മോളെ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് അവളുടെ ചേച്ചിയെയും ഓടിക്കണമെന്നും പറഞ്ഞ് നടക്കുക ആ ജലജയും മകനും. എന്ന് വെച്ചാലേ കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാ ചേച്ചിയും അനുജത്തിയും അവിടെ നിൽക്കുന്നത്. അങ്ങനെയുള്ളപ്പോഴേ ദേവയാനി ചേച്ചിയെ കുറച്ചുകൂടി ചൂട് പിടിപ്പിച്ച നമ്മുടെ മോളുടെ ആ വീട്ടിലെ വില മെച്ചപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാ. നമ്മൾ അങ്ങനെയാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവളോട് കുറച്ച് ചോര കൊടുക്കാൻ ഞാൻ പറഞ്ഞത്. എന്നിട്ടും കൊടുക്കത്തില്ലെന്നല്ലേ ഇവള് പറയുന്നത്. അപ്പൊ എന്നെ വെറുതെ അച്ഛൻ നിർബന്ധിക്കേണ്ട. അച്ഛൻ അത്രയ്ക്ക് സിമ്പതി അവരോടുണ്ടെങ്കിൽ AB നെഗറ്റീവ് ഗ്രൂപ്പിൽപ്പെട്ട ആരെങ്കിലും സംഘടിപ്പിക്കാൻ നോക്കുക, എന്നിട്ട് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ പിന്നെ എനിക്ക് പറയാമല്ലോ അവരുള്ളത് കൊണ്ടാണ് ഞാൻ തരാതിരുന്നതെന്ന്. അനാമിക ഐഡിയകളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊന്നും വേണ്ട, ബ്ലഡ് കൊടുക്കാൻ ആരെങ്കിലും തയ്യാറായി വരികയാണെങ്കിൽ മോളും കൊടുക്കാൻ തയ്യാറായിരുന്നു എന്ന് വേണം പറയാൻ. പിന്നെ ബ്ലഡ് കിട്ടിയത് കൊണ്ട് കൊടുത്തില്ല, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു രേവതി. ഇപ്പോൾ എല്ലാം കുളവാക്കിയിട്ടല്ലേ രണ്ടെണ്ണങ്ങളും കൂടെ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു അച്ഛനെ. അവർ രക്തം കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ നയപരമായിട്ട് വേണമായിരുന്നു ബ്ലഡ് കൊടുക്കാൻ. അങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങളും സംസാരിച്ചിരിക്കുന്നത്. അപ്പം എൻ്റെ രേവതി, ദേവയാനിയും അവിടെയുള്ള മറ്റുള്ളവരും നയനയും അവളുടെ ചേച്ചിയെയും വെറുത്തത് കൊണ്ട് മാത്രം കാര്യങ്ങൾ നടക്കത്തില്ല. ആ വീട്ടിലെ ആണുങ്ങൾക്ക് മുഴുവൻ നയനയെന്ന് പറഞ്ഞാലേ ജീവനാണ്, ജീവൻ. അതിൻ്റെ കൂടെ അവളുടെ കെട്ടിയവൻ അവളെ ഇപ്പൊ കൈവെള്ളയിലല്ലേ കൊണ്ട് നടക്കുന്നത്. അപ്പൊ എങ്ങനെ കൊണ്ട് നടക്കാതിരിക്കും? അവൾ ഡിസൈനൊക്കെ വരച്ച് കമ്പനിക്ക് കോടികളുടെ ലാഭമല്ലേ ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് രേവതി ചോദിക്കുമ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഇപ്പം നമ്മുടെ മോൾക്കുള്ള ഗ്രിപ്പ് ഏത് നിമിഷത്തിലും നഷ്ടപ്പെട്ടു പോകാവുന്നതാണെന്ന്. അത് കേട്ടപ്പോൾ മോളിങ്ങനെ അന്തം വിട്ട് നോക്കുക. അങ്ങനെയുള്ളപ്പോൾ ഏതെങ്കിലും ഒരു ചാൻസ് ഒത്തു വന്നാൽ അത് മുതലാക്കാനല്ലേ നോക്കേണ്ടതെന്ന് ചോദിച്ചു വേണു. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ബ്ലഡ് കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുമല്ലേ. ഏതായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ, AB നെഗറ്റീവിൽപ്പെട്ട ആരെങ്കിലും കിട്ടുമോ എന്ന്. കിട്ടാനുള്ള സാധ്യതയൊന്നുമില്ല, എന്നാലും ഹോസ്പിറ്റലിൽ ഒന്ന് കയറിയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് വേണു അവിടെ നിന്ന് അങ്ങ് പോണു. വേണു അങ്ങ് പോയി കഴിഞ്ഞപ്പം ഇതെന്താ മോളെ നീ ഇങ്ങനെയെന്ന് ചോദിച്ചു. തുള്ളിച്ചാടി മോളകത്തേക്ക് കയറി പോകുമ്പോൾ രേവതി ഇങ്ങനെ നോക്കി നിൽക്കുക. ഇതിനുശേഷം പിന്നെ കാണിക്കുന്നത് ദേവയാനി അകത്ത് കിടക്കുന്നു. അപ്പം നമ്മുടെ നയന വന്നിങ്ങനെ പുറത്തിങ്ങനെ ആ ഒരു ചെറിയ ഹോളുണ്ടല്ലോ അതിലൂടെ ഇങ്ങനെ നോക്കുക. അപ്പോൾ ഭയങ്കര ചുമയും ശ്വാസമുട്ടലൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുവാണ് അവിടെ നമ്മുടെ ദേവയാനി. അമ്മയെ നോക്കി ഇങ്ങനെ നിറകണ്ണുകളോടെ നമ്മുടെ നയന നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത അടിപൊളി കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.